ഇത്തവണ മഴക്കാലം നേരത്തെ വന്നിരിക്കുകയാണ്. സാധാരണ എത്തുന്നതിന് മുൻപേ വന്ന മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മഴയുടെ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരു ചരക്ക് കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. നമ്മുടെ കേരള തീരത്തോട് അടുത്ത് നടന്ന ആ കപ്പൽ അപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ MSC LC3 എന്ന കപ്പൽ ചെരിഞ്ഞതായി 24-ന് വൈകിട്ട് 4 മണിക്കാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വിവരം ലഭിച്ച ഉടനെ പൊതുജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരുന്നു. 25 കപ്പൽ പൂർണ്ണമായും മുങ്ങി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ മൊത്തം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവയിൽ 73 എണ്ണം ശൂന്യമായിരുന്നു. 13 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. 46 എണ്ണത്തിൽ ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളാണ്. ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതാണ്. തടി, പഴങ്ങൾ, തുണി ഇവയും ചിലതിലുണ്ട്. ഏകദേശം 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാവും അതെന്നാണ് അനുമാനിക്കുന്നത്. 26-ന് തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ഓയിൽ സ്പിൽ കണ്ടിജൻസി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി ചർച്ച നടത്തി. അതിലുള്ള ഒരു വിദഗ്ധൻ മലയാളിയായ മുരളി തുമ്മാരുകൂടിയാണ്. അദ്ദേഹം അടക്കമുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. നിലവിൽ ഏകദേശം 54 കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് നെർഡിൽസ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ തീരത്തിൻ്റെ സംരക്ഷണം പ്രധാനമാണ്. അതുകൊണ്ട് നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, ആപ്തമിത്ര, SPC, മറ്റ് സന്നദ്ധ സംഘടനകൾ ഇത്തരം വളണ്ടിയർമാരെ പെല്ലറ്റടിഞ്ഞ എല്ലാ തീരങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോൺ സർവേ ഈ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. MSC കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ പരിസ്ഥിതി ആഘാതം, തൊഴിൽ നഷ്ടം, ടൂറിസം നഷ്ടം മുതലായവയുടെ ചെലവുകൾ കണക്കാക്കേണ്ടതുണ്ട്. കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും
നർഡിൽസ് കൈകാര്യം ചെയ്യാനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ്, നേവി, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ CBRN ടീം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരാണ് പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് റവന്യൂ മന്ത്രി, ഫിഷറീസ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെല്ലാം അടങ്ങുന്ന ഒരു യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. തീരപ്രദേശത്തുണ്ടായ പ്രയാസങ്ങളും വിശദമായി ചർച്ച ചെയ്തു. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്ന് യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് വന്നിരുന്നു. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് നിലവിലുള്ള സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു കപ്പൽ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിക്കുന്നുണ്ട്. മുങ്ങിയ കപ്പലിൻ്റെയും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും. കൃത്യമായി സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ബോയ ഇട്ട് അടയാളപ്പെടുത്തിയ ശേഷം മറ്റ് സ്ഥലങ്ങൾ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്ന കാര്യവും ആലോചിക്കുന്നതാണ്. ഒരു പ്രധാന പ്രശ്നം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അവയുടെ പൊള്ളത്തരത്തെക്കുറിച്ച് ഈ രംഗത്തെ വൈദഗ്ധ്യമുള്ളവർ പറഞ്ഞതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം ഊഹാപോഹങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുത്. ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കോ എണ്ണയോ തീരത്ത് വന്നടിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകും. കടലിൽ ഒഴുകി നടക്കുകയോ വലയിൽ കുടുങ്ങുകയോ ചെയ്യുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികളെടുത്ത് ബോട്ടിൽ കയറ്റരുത്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ അധികൃതർക്ക് കൈമാറണം. കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ ഭാരം കൂടുതലുള്ളതിനാൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടിപ്പോൾ അപകടമൊന്നും ഇല്ല. മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അക്കാര്യത്തിൽ വേണ്ട പരിശോധനകൾ ബന്ധപ്പെട്ട ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇന്ന് ഡയറക്ടർ ജനറൽ ഷിപ്പിങ്ങുമായി ചർച്ച നടത്തുമ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. അതിൽ കണ്ട ചില കാര്യങ്ങൾ, കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക. നിലവിൽ 20 കണ്ടെയ്നറുകൾ
കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിന് കൈമാറും. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിനായി കേരള സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെയാണ്. ഇത് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അറിയിക്കുകയുണ്ടായി. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി (P&I) ഇൻഷുറൻസ് ഏജൻസി കൊച്ചിയിൽ ഒരു നാശനഷ്ട ബാധ്യതാ ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫ് തന്നെയാണ്. ക്യാപ്റ്റൻ ജോസഫിനെ ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നതും എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിലെയും നോഡൽ ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതുമാണ്. ക്ലെയിമുകൾ കൃത്യമായും സമയബന്ധിതമായും ഫയൽ ചെയ്യാൻ ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത്. കപ്പലിൻ്റെ ഇന്ധന അറയിലുള്ള ഇന്ധനം ജൂലൈ 3 വിദഗ്ധർ പുറത്തെടുക്കും. അതുവരെയോ അല്ലെങ്കിൽ കപ്പലിന് ചുറ്റും ബയോ സ്ഥാപിക്കുന്നതുവരെയോ കപ്പലിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം അനുവദിക്കാതിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ട്. അത് നിലവിൽ നമ്മൾ നിർദ്ദേശമായിട്ട് നൽകിയിട്ടുണ്ട്. ജൂലൈ 3 കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും അതിനടുത്തുള്ള കണ്ടെയ്നറുകളും മറ്റും നീക്കം ചെയ്യുന്നത് കാലവർഷത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചത്. കപ്പലുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ്. പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ്, ആ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറണുകളുണ്ട്. ആ സൈറണുകളിലൂടെയുള്ള സന്ദേശവും സൈറൺ ഹൂട്ടിങ്ങും നൽകുന്നുണ്ട്. ഇത് തുടരുന്നതാണ്. സംസ്ഥാനത്തെ സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധസേന തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരെ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 ടീമുകളെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി, മലപ്പുറം, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഓരോ ടീമിനെ വീതം വിന്യസിച്ചിട്ടുണ്ട്. ജൂൺ 1 ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ടീമുകളെ വിന്യസിക്കും. മഴക്കാലം കഴിയുന്നതുവരെ ഇവർ ഈ ജില്ലകളിൽ ഉണ്ടായിരിക്കും. നേരത്തെ കപ്പലിനെ പറ്റി പറഞ്ഞപ്പോൾ ജൂൺ 3 എന്ന് പറഞ്ഞാൽ ജൂൺ 3 തന്നെയാണ്.
ജൂലൈ എന്നാണോ ഞാൻ പറഞ്ഞത്? ആ ആ അതെ അതെ. ഡ്രസ്സ് അതൊന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ നോക്കാം. ഏതായാലും റെസിഡൻസ് അസോസിയേഷനുകൾ, നാട്ടിൻപുറത്തെ കൂട്ടായ്മകൾ, ഇവർ ഈ പ്രദേശങ്ങളിലെ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ടാക്കി മഴ വിവരങ്ങൾ കൈമാറണമെന്നും കണ്ടിട്ടുണ്ട്. മഴക്കാലവുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നടത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ കണ്ടതാണ്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് 59 ക്യാമ്പുകളാണുള്ളത്. 1296 ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മുടെ ചില അനുഭവങ്ങളുള്ളതാണ്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. അപ്പോൾ ബഹുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. അതിരാവിലെ യാത്ര ചെയ്യുന്നവരുണ്ട്. പത്രവിതരണക്കാർ, റബ്ബർ ടാപ്പിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്നവർ, ഇവരൊക്കെ നല്ല ജാഗ്രത പാലിക്കണം. രാത്രികാലങ്ങളിൽ മരം വീണും മറ്റും വൈദ്യുത കമ്പികൾ പാതയോരത്തും വെള്ളക്കെട്ടുകളിലും പൊട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. വൈദ്യുതി ലൈനുകൾ അപകടകരമായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിന് സമീപത്തേക്ക് പോകരുത്. ഉടൻ KSEB ഓഫീസിലോ 94 96 01 01 01 ഈ നമ്പറിലോ അറിയിക്കുന്ന നില സ്വീകരിക്കണം. നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ജൂൺ 2 തുറക്കുകയാണ്. വേനലവധി കഴിഞ്ഞു. പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, പരിസര ശുചീകരണം, ഉച്ചഭക്ഷണം, യാത്രാ സുരക്ഷ ഇവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ നടത്താൻ കഴിയൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചു കെട്ടേണ്ടതാണ്. സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടുകൾ, കുളങ്ങൾ, കിണറുകൾ ഇവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാനും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും
ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. കുട്ടികളുടെ യാത്രാസുരക്ഷ, സ്വകാര്യ വാഹനങ്ങൾ, പൊതുവാഹനങ്ങൾ, സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, റോഡ്, റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാകണം. സ്കൂളും പരിസരവും ശുചിയാക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, റെസിഡൻ്റ് അസോസിയേഷനുകൾ, അധ്യാപക വിദ്യാർത്ഥി ബഹുജന സംഘടനകൾ ഇവരുടെ സഹകരണത്തോടെ ശ്രമിക്കേണ്ടതാണ്. കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ ഇവയെല്ലാം നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ്. കുടിവെള്ള സാമ്പിൾ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കണം. സ്കൂൾ അടുക്കള, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഇവയെല്ലാം നിർബന്ധമായും ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ്. ഓരോ സ്കൂളും ഒരുക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന പദ്ധതി രൂപീകരിക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ പ്രധാന അധ്യാപകർ സ്വീകരിക്കണം. KSRTC, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, പോലീസ്, KSEB, എക്സൈസ്, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്കൂൾ തല യോഗങ്ങൾ ചേർന്ന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതാണ്. വനം തോട്ടം മേഖലകളിൽ കുട്ടികൾ സ്കൂളിലേക്ക് സഞ്ചരിക്കുന്ന വഴികൾ, ആ നടവഴികളിലെ വശങ്ങളിലുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് തദ്ദേശഭരണ വകുപ്പ്, വനം വകുപ്പ് എന്നിവരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കണം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണ വേലികളടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. സ്കൂൾ ബസ്സുകൾ, ആ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം, വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച മോട്ടോർ വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ ഇതെല്ലാം പാലിച്ചിരിക്കണം. കുട്ടികളുടെ ബസ് യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൃത്യമായ സ്റ്റോപ്പുകളിൽ കുട്ടികൾ ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുന്നതിനും കുട്ടികളോട് മാന്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടണം. ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ആസൂത്രിതമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ആവശ്യമായ പിന്തുണ ഉറപ്പാക്കി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത തുടങ്ങി ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും സാമൂഹിക മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിൽ ഉളവാകുന്ന തരത്തിൽ പഠന പ്രവർത്തനങ്ങൾ
വിപുലീകരിക്കുകയാണ്. സാരോപദേശങ്ങൾ നൽകുക എന്നല്ല ഈ പ്രവർത്തനങ്ങളിലൂടെ വിഭാവനം ചെയ്യുന്നത്. കുട്ടികളുടെ സജീവ പങ്കാളിത്തമുള്ള പഠന പ്രവർത്തനങ്ങളായി മാറലാണ് ഉദ്ദേശിക്കുന്നത്. ജൂൺ 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഒരു ദിവസം 1 മണിക്കൂറാണ് ഇതിന് നീക്കിവെക്കേണ്ടത്. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പാണ് ഓരോ സ്കൂളിനും ഓരോ ക്ലാസ്സിനും വേണ്ട മൊഡ്യൂൾ തയ്യാറാക്കേണ്ടത്. യാന്ത്രികമായല്ല ഈ പ്രവർത്തനങ്ങളെ കാണേണ്ടത്. സ്വാഭാവികമായ പഠന പ്രവർത്തനങ്ങളായി ഇവയെ മാറ്റാനാവണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ സംയോജിതമായ സമഗ്ര പിന്തുണാ സംവിധാനം ഒരുക്കി കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം നേടാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കൗമാരക്കാരിൽ കാണപ്പെടുന്ന അനഭിലഷണീയമായ പ്രവണതകൾ, റാഗിങ്, അക്രമവാസന, നശീകരണ പ്രവർത്തനങ്ങൾ, ലഹരി ഉപയോഗം, വാഹന ദുരുപയോഗം തുടങ്ങിയവ ഗൗരവമുള്ളതാണ്. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അവയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, നിയമാവബോധം ഇവയിലെല്ലാം കൃത്യമായ ധാരണ സൃഷ്ടിക്കാനാവണം. ഇവയെല്ലാം ഉറപ്പാക്കി കേരള പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന ജ്ഞാനസമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാകാൻ അനുയോജ്യരായ ഒരു തലമുറയെ സൃഷ്ടിക്കലാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നടത്തിയ സമഗ്രമായ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകർഷകവും അനുഭവാത്മക ജ്ഞാനനിർമ്മിതിക്കുതകുന്നതുമായ പ്രവർത്തനാധിഷ്ഠിത മൊഡ്യൂളുകൾ പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുണ്ട്. 2025 ജൂൺ 2-ന് സ്കൂൾ തുറക്കുന്ന ദിവസം പദ്ധതി ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നേറുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി മെയ് 20 മുതൽ 26 വരെയുള്ള കാലയളവിൽ 13,698 വ്യക്തികളെ പരിശോധിക്കുകയുണ്ടായി. വലിയ അളവിൽ വിൽപ്പന നടത്തിയ 5 കേസുകളും 19 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 626 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 660 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 393.48 ഗ്രാം MDMA, 166.5 കിലോഗ്രാം കഞ്ചാവ് ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. മെയ് 19 മുതൽ 24 വരെ എക്സൈസ് വിഭാഗം 31.3 കിലോഗ്രാം കഞ്ചാവ്, 9.9 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 155 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 148 പ്രതികളെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡ്രഗ് ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ മെയ് 20 മുതൽ 26 വരെ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 301 സോഴ്സ് റിപ്പോർട്ടുകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിട്ടുമുണ്ട്. ലഹരി വിപത്തിനെതിരെ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുത്ത അനുഭവമാണ്. ഇപ്പോൾ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സേ യേസ് ടു സ്പോർട്സ്
ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. 13 ജില്ലകളിൽ ജാഥ പ്രയാണം നടത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ മലപ്പുറം ജില്ലയിലെ പ്രയാണം മാറ്റിവെക്കേണ്ടി വന്നു. കളി ഉപകരണങ്ങളുടെ വിതരണവും കളിക്കളങ്ങൾ വീണ്ടെടുക്കലും ഓരോ വേദിയിലും വലിയ ആവേശമുയർത്തി. 100ഓളം കേന്ദ്രങ്ങളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. 20ഓളം കളിക്കളങ്ങൾ വീണ്ടെടുക്കാനുമായി. ലോക ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് സമാപന പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5000 കായിക താരങ്ങൾ ആ പരിപാടിയിൽ അണിനിരക്കും. ലഹരിക്കെതിരെ നടത്തം എന്ന പേരിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അത്തരം ഒരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സംസ്കൃതി അധ്യാപകർ മെയ് 22-ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വയനാട് പനവരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതേ ദിവസം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നു. കൊല്ലം സിറ്റി പാരിപ്പള്ളി കുളമട ക്ലബ് ഗ്രൗണ്ടിൽ SFIയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശത്തിൻ്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ നടത്താൻ വിവിധ ഏജൻസികൾ തയ്യാറാവുകയാണ്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായി കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 ആണ് കേരളത്തിലും കണ്ടെത്തിയത്. കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല RRT യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കുകളും ICU കിടക്കുകളുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തര ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ നടന്നു വരികയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ യോഗവും സംസ്ഥാന തലത്തിൽ ചേർന്നിരുന്നു. ഒരു പ്രശ്നം എലിപ്പനിയുടേതാണ്. ഇപ്പോൾ എലിപ്പനി ബാധിച്ചാൽ തീവ്രമാകുമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാനാവണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരും മണ്ണുമായും മലിന ജലവുമായും ഇടപെടുന്നവരും നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ്. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഏപ്രിൽ 20 മുതൽ സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചിരുന്നു. വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി
14 ജില്ലകളിലും നേരിട്ട് സംവദിക്കാൻ അവസരമുണ്ടായി. 7000-ൽ പരം പേരുമായാണ് അങ്ങനെ സംസാരിച്ചത്. മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ബഹുജന റാലികളും റാലികളിലും പങ്കെടുത്തു. 14 ജില്ലകളിലും പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ കേരളം എന്ന പേരിൽ പ്രദർശനമേളകളും നടന്നു. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ജീവസ്സുറ്റ അനുഭവമായിരുന്നു വാർഷിക പരിപാടികൾ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ റാലി സമാപിച്ചത്. 2021 നിന്നും 2025 എത്തുമ്പോൾ വലിയൊരു ശതമാനം വാഗ്ദാനങ്ങളും നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇനിയുള്ള ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ 140 നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചിരുന്ന നവകേരള സദസ്സ് വികസന പ്രവർത്തനങ്ങളിലെ ജനകീയ മുൻകൈയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു. നവകേരള സദസ്സിനോടുള്ള ജനങ്ങളുടെ സക്രിയമായ പ്രതികരണം സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിന് ശരിയായ ദിശാബോധം പകർന്നു നൽകുന്ന വിധമായിരുന്നു. കേരള വികസനത്തെ മെച്ചപ്പെടുത്താനുതകുന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ സദസ്സിൽ നിന്ന് ഉയർന്നു വന്നു. നവകേരള സദസ്സിലെ സംവാദവേദികളിൽ ഇങ്ങനെ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ 982 കോടി 1 ലക്ഷം രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിലെ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത്. പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ അംഗീകരിച്ചു. നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണനയനുസരിച്ച് അനുമതി നൽകുന്നതിനും സാങ്കേതികമോ മറ്റ് കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ അധിക പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി നൽകുവാനും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ അധികാരപ്പെടുത്തി. ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വീതമാണ് അനുവദിക്കുക. ഇതിൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടുണ്ടാകും. കേരളം ഇന്ന് അഭൂതപൂർവമായ വളർച്ചയുടെ പാതയിലാണ്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അക്കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചതാണ്. ഈ വളർച്ച ഉണ്ടായത് എങ്ങനെയെന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മുഖ്യധാര വികസന സങ്കല്പങ്ങൾക്ക് ബദലായി ജനപക്ഷ വികസനത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയായത്. ഇതിന് ചുക്കാൻ പിടിച്ചത് വിവിധ ഘട്ടങ്ങളിലെ ഇടതുപക്ഷ സർക്കാരുകളാണ്. സാമൂഹ്യ മേഖലയിലെ കൂടുതൽ വകയിരുത്തലുകൾ അതായിരുന്നു ഇടതുപക്ഷ സർക്കാരുകളുടെ മുഖമുദ്ര. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണം, പൊതുമേഖല ഇത്തരം മേഖലകളിലെ കേരളത്തിലെ മുന്നേറ്റം ലോകത്തിന് തന്നെ ശ്രദ്ധയാകർഷിച്ചു. ഇടതുപക്ഷ സർക്കാരുകൾക്കിടയിൽ വന്ന ഇടതുപക്ഷ ഇതര സർക്കാരുകളുണ്ട്. ഈ ബദൽ വികസന നയങ്ങൾക്ക് പോറലേൽപ്പിക്കാനാണ് അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ശ്രമിച്ചിരുന്നത്. ഓരോ ഇടതുപക്ഷ സർക്കാരിനും അതിനു മുൻപുള്ള UDF സർക്കാരുകൾ തകർത്തുപോയ കേരളത്തെ പുനർനിർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന അധിക ബാധ്യത
ഇതിനു മുൻപുള്ള കാലയളവിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭരണത്തിലെ ആദ്യത്തെ 2-3 വർഷം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ടായിരുന്നു. എന്നാൽ തുടർഭരണം ലഭിച്ച സവിശേഷ സാഹചര്യത്തിൽ കേരള വികസനത്തെ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലയളവിൽ സർക്കാരിന് മുന്നിൽ മറ്റനേകം പ്രതിബന്ധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ലോകമാകെ നേരിട്ട കോവിഡ് മഹാമാരി, അതോടൊപ്പം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട തടസ്സങ്ങൾ. ഒരു വശത്ത് കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക, സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണെങ്കിലും അതിനെല്ലാം എതിർക്കുക എന്ന മാനസികാവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം എത്തപ്പെട്ടത്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാൻ അവിശുദ്ധ സഖ്യങ്ങളുമുണ്ടായി. കേരളത്തെ ഒറ്റപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും നടത്തിയ രാഷ്ട്രീയ പകപോക്കൽ മറ്റൊരു വശത്ത്. ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത്. ഫെഡറൽ മൂല്യങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളുമുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം കേരളം തീർന്നു എന്ന് കരുതിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വികസനം വഴിമുടങ്ങും, സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുങ്ങിപ്പോകും, ക്ഷേമ പദ്ധതികളാകെ ഇല്ലാതാകും, ഇങ്ങനെയെല്ലാം പ്രവചിച്ചവരും ആവേശപൂർവ്വം പ്രചരിപ്പിച്ചവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട് കേരളം തളർന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണ് നമ്മൾ ചെയ്തത്. വികസന കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി കേരളത്തിലെ സർക്കാർ മുന്നിൽ നിന്നിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കരുത്തായത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാൻ ഊർജമാകുന്നതും ഇതേ പിന്തുണ തന്നെയാകും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇതിൽ ഇന്നലെ എടുത്ത തീരുമാനം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. കാട്ടുപന്നികൾ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളുണ്ട്. പക്ഷേ അവയൊന്നും തൊടാൻ സാധാരണഗതിയിൽ പാടില്ല എന്നാണ്. അപ്പോൾ അവയെ കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് ലൈഫ് വാർഡനിൽ നിന്ന് അദ്ദേഹത്തിന് നിക്ഷിപ്തമായ അധികാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ, അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ, അത് ഡെലിഗേറ്റ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട്. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നതും
ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇവ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നു. വന്യജീവി ആക്രമണത്തിനിരയായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. മൊത്തം കണക്കെടുത്താൽ കുറവൊക്കെ കാണുമെങ്കിലും ഓരോ നഷ്ടവും വളരെ വലുതാണ് എന്നാണ് സർക്കാർ കാണുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം. സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഈ വിഷയത്തിലും എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ചിലരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വസ്തുത പരിശോധിക്കുന്നതിന് പലരും തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? അതിന് കാരണം കേന്ദ്ര നിയമമാണ്. ആ നിയമം കൊണ്ടുവന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് സർക്കാർ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11A പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങൾ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തടസ്സമായി നിൽക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ളൊരു പ്രതിഭാസമാണെന്ന് കാണണം. ഈ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ കഴിയില്ലല്ലോ. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് തയ്യാറാകേണ്ടത്. അതുകൊണ്ടാണ് സംസ്ഥാനം പല ആവർത്തി ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിട്ടും അത് ചെയ്യുന്നില്ല എന്നൊരു പ്രചരണമുണ്ട്. ഇതെല്ലാം നേരത്തെ വിശദമായി പറഞ്ഞതാണ്. എങ്കിലും നമ്മൾ ഈ പ്രചരണത്തെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു പോകണമല്ലോ. ഇപ്പോൾ കേന്ദ്ര നിയമത്തിലെ വകുപ്പ് 11(1)A വ്യവസ്ഥകൾ പ്രകാരം അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് ഇവയെ പിടികൂടാനോ മയക്കുവെടി വെക്കുവാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടുവെന്ന് കാര്യകാരണ സഹിതം രേഖപ്പെടുത്തണം. മാത്രമല്ല, ഇങ്ങനെ പിടികൂടുന്ന വന്യമൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാൻ പാടില്ല. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിൻ്റെ വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് 11. CRPC 133 പ്രകാരം വന്യജീവികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ വകുപ്പ് 11 ജില്ലാ കലക്ടറെ അനുവദിക്കുന്നില്ല എന്ന് 19/2/24 ഒരു ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലയിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശങ്ങളും കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഗൈഡ് ലൈൻസും തീർത്തും അപ്രായോഗികമായതാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഒരു കടുവ അല്ലെങ്കിൽ പുലി ജനവാസ കേന്ദ്രത്തിൽ വന്നിറങ്ങി. ആദ്യപടിയായി ഒരു 6 അംഗ സമിതിയെ രൂപീകരിക്കണം. ഇതാണ് കേന്ദ്ര വ്യവസ്ഥ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, NTCA പ്രതിനിധി, മൃഗഡോക്ടർ, പ്രദേശത്തെ NGO അംഗം, പഞ്ചായത്ത് അംഗം, DFO തുടങ്ങിയവർ ഈ കമ്മിറ്റിയിലുണ്ടായിരിക്കണം. ഒരു വന്യജീവി ആക്രമണോത്സുകതയിൽ നാട്ടിലിറങ്ങുമ്പോൾ കമ്മിറ്റി കൂടി അതിനെ നേരിട്ടാൻ മതി. ഇത്തരമൊരു വ്യവസ്ഥ തീർത്തും പരിഹാസ്യമല്ലേ, അപ്രായോഗികമല്ലേ? 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സ്ഥിരമായി മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്നത് ശീലമാക്കിയ കടുവ, എന്നാൽ അതിനെയും കൊല്ലാൻ പാടില്ല.
കടുവയുടെ ശീലം നോക്കി മനുഷ്യജീവനെ രക്ഷിക്കണമെന്നത് എന്തൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് കടുവേൻ്റെ ശീലമാണോ നോക്കേണ്ടത്? അത് ഈ കാട്ടിലെ ജീവികൾ പറയാനിടയില്ല. ഇത്തരം ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ്. ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണുള്ളത്. മയക്കുവടി വെക്കുന്നതിനും നിരവധി കടമ്പകളുണ്ട്. നമുക്കതവിടെ നിർത്താം. വേറെ ചോദിച്ചോളൂ. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ED എന്ന അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിശ്വാസ്യത കുറഞ്ഞൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നടക്കം കടുത്ത വിമർശനത്തിനാണ് അവർ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ളത്. ഇവിടെ പരിശോധിച്ചാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക. നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ, ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക. അതിൻ്റെ കൂടെ നിൽക്കാനാണ് ED ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിലുള്ള ഞങ്ങളെ CPIMൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവരൊക്കെ. അതിനൊന്നും വേറെ കാര്യങ്ങളില്ല. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ട്. കടുത്ത വിമർശനമുണ്ടായിട്ടുണ്ട്. EDക്കെതിരെ തന്നെ വിമർശനമുണ്ടായിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഇപ്പോൾ ഇവിടെ തൽക്കാലം CPM ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യം പിടിക്കുന്നതിനും അതുപോലെ മർക്കനൈസേഷനിൽ ട്രോളിംഗ് ബോട്ടുകൾക്കൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന 200-ലേറെ തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം വന്നു. അതുപോലെ ആ പ്രദേശത്ത് ഒരു ആശങ്കയുണ്ട്. അതുപോലെ അവിടുന്ന് ആ പ്രദേശത്തു നിന്ന് 2000-ഓളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ 30 മാറിൽ താഴ്ന്ന കപ്പലിൽ നിന്ന് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു. ഇപ്പോൾ കുളച്ചിൽ വരെ എത്തി. 146 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഈ ഫിഷ് ബാങ്കുകൾ, അതായത് ഈ വെഡ്ജ് ബാങ്ക് കൊല്ലം പരപ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫിഷ് ചെയ്യാനും വരവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാകും. അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ. അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലും ഒക്കെ അവിടെ ഇരിക്കും. അത് എന്തുകൊണ്ടാണ്? ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ്. അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള അപകടത്തിൻ്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതോ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ്. അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക. അതിലുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി, ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതിലേക്കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാകും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം, പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ ഇട്ടിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല, താൽക്കാലികമാണ്. താൽക്കാലികമായൊരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും. തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റേതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീപിടിക്കും അതിന്. അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല, അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല. ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുത്തയാഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ. വിശദ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ. ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്ന് ആരും ധരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്തിനിപ്പോൾ ഉണ്ട്. അല്ല, നിങ്ങളിപ്പോൾ അതിൻ്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതെന്ന്. അത് അവൻ്റെ അതിൻ്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെയായിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ആ പദ്ധതി ഏതായാലും ഉപേക്ഷിച്ചിട്ടില്ല. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക്. അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാമല്ലോ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ. അത്തരമൊരു നിയമോപദേശമില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ്. അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും
അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.